ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പുതിയ ബിസിനസ് സംരംഭവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നത്. അതെന്താണെന്ന് പറയുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മുടെ നാട്ടിൽ ധാരാളം ചെറുകിട വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാറുണ്ട്. എന്നാൽ അധികമാരും കടന്നു വരാത്ത ചില മേഖലകൾ ഇന്നും മറഞ്ഞിരിപ്പുണ്ട്. അങ്ങനെയുള്ള ഒരു ബിസിനസ് സംരംഭമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. അധികം മുതൽ മുടക്കിൻ്റെ ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു 100-150 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ളൊരു റൂം കിട്ടിയാലും നമുക്ക് അവിടെ പ്രവർത്തനം ആരംഭിക്കാവുന്നതാണ്. 1-2 യന്ത്ര സാമഗ്രികളുടെ സഹായത്തോടെ നമുക്ക് തുടങ്ങാവുന്ന ഒരു ചെറിയൊരു വ്യവസായമാണ് ഇന്ന് പറയാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, ടിഷ്യൂ പേപ്പർ നിർമ്മാണമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ടിഷ്യൂ പേപ്പർ ഇന്ന് ഹോട്ടലുകൾ, വലിയ വലിയ ഫങ്ഷനുകൾ, എന്തിനേറെ പറയുന്നു, ഇന്ന് മിക്ക വീടുകളിലും അവ ഒരു ഉപയോഗ വസ്തുവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുന്ന പേപ്പറിൻ്റെ നിർമ്മാണവും അവ ബ്രാൻഡ് ചെയ്ത് വിപണിയിൽ എത്തിക്കുന്നതും വളരെ നല്ല വിജയം കൈവരിക്കാവുന്ന അല്ലെങ്കിൽ നല്ല ലാഭമുണ്ടാക്കാവുന്ന ഒരു ബിസിനസ് മേഖലയാണ് ടിഷ്യൂ പേപ്പർ നിർമ്മാണം. സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ, അവ നമുക്ക് ബൾക്കായിട്ട് തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അവ കൊണ്ടുവന്ന് അതിനെ പ്രോസസ്സ് ചെയ്ത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാക്കി മാറ്റുകയാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നീട് അവയെ നല്ലൊരു ബ്രാൻഡിന് കീഴിലാക്കി നമുക്ക് വിപണിയിൽ എത്തിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലാഭം നമുക്ക് നേടുവാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ മറ്റൊരു മേഖലയാണ് പേപ്പർ കപ്പുകളും പേപ്പർ പാത്രങ്ങളും നിർമ്മിക്കുന്നത്. ഇന്ന് മിക്ക ഫംഗ്ഷനുകളിലും ഉപയോഗിക്കുന്നത് പേപ്പർ കപ്പുകളാണ്. നല്ല ക്വാളിറ്റിയുള്ള പേപ്പർ കപ്പുകളും പേപ്പർ പാത്രങ്ങൾക്കും വൻ ഡിമാൻഡാണ് ഇന്ന് വിപണിയിലുള്ളത്. ആ ഡിമാൻഡ് മനസ്സിലാക്കി അവയുടെ നിർമ്മാണവും അവയുടെ വിപണനവും കൃത്യമായി തയ്യാറാക്കിയിട്ടുള്ളൊരു പ്ലാനിലൂടെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വരുമാനം നമുക്ക് ഈ 3 ബിസിനസ്സുകളിൽ നിന്നും നമുക്ക് ലഭിക്കാം. ഈ 3 ബിസിനസ്സുകളും നമുക്ക് ഒറ്റ സംരംഭത്തിന് കീഴിൽ ചെയ്യാൻ സാധിക്കുന്നവയാണ്. എന്തുകൊണ്ടെന്നാൽ ഇവ 3നും വേണ്ട റോ മെറ്റീരിയൽസ് ഏകദേശം സെയിം തന്നെയാണ്. ഇങ്ങനെ ടിഷ്യൂ പേപ്പർ നിർമ്മാണം, പേപ്പർ കപ്പ് നിർമ്മാണം, പേപ്പർ പ്ലേറ്റ് നിർമ്മാണം മുതലായവയുടെ ആവശ്യകത ഇന്ന് വളരെയധികം കൂടുതലാണ്. ഇന്ത്യൻ ജനസംഖ്യയുടെ ഒരു 50% ആളുകൾ ഇന്ന് ടിഷ്യൂ പേപ്പറും പേപ്പർ കപ്പുകളും പേപ്പർ പ്ലേറ്റുകളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വിപണി ധാരാളമാണ്. നമ്മുടെ വിപണിയിൽ നമ്മൾ നിർമ്മിക്കുന്നവ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഹോട്ടലുകളിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുമ്പം അവിടെയോ നമുക്ക് വിപണനം ചെയ്യാൻ സാധിക്കും. അതിലുപരി സൂപ്പർ മാർക്കറ്റുകൾ, ഷോപ്പുകൾ, ഇവയിലെല്ലാം നമ്മുടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് വിറ്റഴിക്കാനായിട്ട് സാധിക്കും. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മൾ നിർമ്മിക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളുമില്ലാതെ ഇത് വിപണിയിൽ എത്തിക്കുവാനും അതുവഴി നല്ലൊരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ടും സാധിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇവയ്ക്ക് കോസ്റ്റ് വളരെ കുറവാണ്. ഇവ നിർമ്മിക്കാനുള്ള യന്ത്ര സാമഗ്രികളും റോ മെറ്റീരിയലും ആയിക്കോട്ടെ, ഇവയുടെ എല്ലാം കോസ്റ്റ് വളരെ കുറവാണ്. ഗവൺമെൻറ്റും ഗവൺമെൻറ് ഇതര സ്ഥാപനങ്ങളും നൽകുന്ന കോഴ്സുകളുണ്ട്, അല്ലെങ്കിൽ അവ നൽകുന്ന ട്രെയിനിങ്ങുകളുണ്ട്. ഇവയുടെ ഉൽപ്പാദനം എങ്ങനെയൊക്കെ നടത്തണം, എവിടെയൊക്കെ നമുക്ക് വിറ്റഴിക്കാൻ സാധിക്കും, ഇവയൊക്കെ ഇത്തരം സ്ഥാപനങ്ങൾ നൽകി വരുന്നുണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയോ അല്ലെങ്കിൽ അതുപോലുള്ളവയുടെ ചെറിയ ഒരാഴ്ചത്തേക്ക് കോഴ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിക്കും. അങ്ങനെയുള്ളവ ഒന്ന് സന്ദർശിക്കുക. അതിനുശേഷം നിങ്ങളിവ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വ്യവസായം കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിലുപരി നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവയും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള നല്ലൊരു തയ്യാറെടുപ്പോടുകൂടി നിങ്ങളും നല്ലൊരു വ്യവസായ സംരംഭത്തിലേക്ക് ഇറങ്ങി വരിക. അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. വീണ്ടും നല്ലൊരു സംരംഭവുമായിട്ട് വീണ്ടും വരുന്നു. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം, നന്ദി.